ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 1-ാം തീയതിയാണ്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, യാത്രയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാർച്ച് മാസം 1-ാം തീയതി, ഇപ്പോൾ സമയം വൈകുന്നേരമാണ്. രാവിലെ ഇടണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പം എന്തായാലും മടിയൊക്കെ മാറ്റിയിട്ടൊരു വീഡിയോ ആയിട്ട്, കുറേ ദിവസമായില്ലേ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട്, അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും നമുക്ക് ഫോണെടുത്ത് നമുക്ക് നോക്കാനായിട്ട് എപ്പോഴും ദുരന്തങ്ങളുടെയും വേദനകളുടെയും വാർത്തകൾ മാത്രമേ ഉള്ളൂ. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, അതേപോലെ തന്നെ താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ കൂട്ടുകാർ തങ്ങളിൽ എന്ത് ചെയ്തു, സംഘർഷം ആയി, അങ്ങനെ മരണം. അങ്ങനെ ഒന്ന് തീരുന്നതിന് മുമ്പ് എല്ലാ ജില്ലകളിലും ഇങ്ങനെ എന്ത് ചെയ്യണം, മാറി ഇങ്ങനെ എന്ത് ചെയ്യാണ്, മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും TV തുറന്നാലും എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ മരണങ്ങൾ മാത്രമായിട്ടാണ്, വേദനകളുടെ കഥകളുടെ കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാനായിട്ട് പറ്റുന്നത്. കേരളത്തിൽ ഭയങ്കരമായ എന്താ പറയുക, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഇതിനു മുമ്പും ഞാൻ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എന്ത് ചെയ്യണം, ഇതിങ്ങനെ കൂടി എന്ത് ചെയ്യണം വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികൾ 10, 14, 15 വയസ്സൊക്കെയുള്ള കൊച്ചു കുട്ടികൾ തങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, അത് കൊലവിളിയായി. അങ്ങനെ ഒരു ഭയവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ മനുഷ്യ ജീവൻ എടുക്കാനായിട്ട് ഒരു പേടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രമസമാധാനം ഇല്ലാത്ത ഒരവസ്ഥ, കേരളത്തിൻ്റെ അവസ്ഥ വളരെ എന്ത് ചെയ്യാണ്, വളരെ ദുരഭിമാനമായ ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഒരു ഇതിനിടെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനൊരു ബോധവൽക്കരണം, ഒരു കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാണെങ്കിലും മുതിർന്ന അധികാരികളോ അങ്ങനെ ഒന്നും ആരും തന്നെ ഇല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓട്ടപ്പാച്ചിലിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് പെട്ടെന്ന് നടുങ്ങനെ കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നടുക്കുന്ന രീതിയിലുള്ള വാർത്തകൾ എന്ത് ചെയ്യുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളായ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങളെ കൊടുക്കുക, കുട്ടികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുക, അവരുടെ പോക്ക്, അവരുടെ കൂട്ടുകെട്ട്, അവർ പോകരുതാത്ത പാതയിൽ കൂടെയാണോ അവർ പോകുന്നത്, ഇതൊക്കെ ഒന്നും കൂടെ ജാഗ്രരൂപരായി തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അധികമായി ശ്രദ്ധിക്കുക. നിങ്ങൾ അധികം പുറത്തേക്ക് അവരെ വിടാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് കാണുമ്പോൾ വളരെ എന്ത് ചെയ്യാണ്, ഒരു ജീവിതത്തിൻ്റെ പകുതി ഭാഗം പോലും പൂർത്തിയാക്കാതെ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കരിയർ, അതൊന്നും പൂർത്തിയാക്കാനാവാതെ മരണത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു പൂമൊട്ട് എന്ത് ചെയ്യാണ്, പിച്ചി ചീന്തുന്നത് പോലെ ആയിത്തീരുന്ന അവസ്ഥ. അതിനൊക്കെ മാതാപിതാക്കന്മാരായ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കുക. അധികവും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കാര്യങ്ങളെല്ലാം തെളിയിക്കുക, ദൈവികമായ കാര്യങ്ങൾ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. അവരെ കുട്ടി അമ്പലത്തിലോ പള്ളികളിലോ ഒക്കെ എന്ത് ചെയ്യുക, പോവുക. വേണ്ടുന്നതായ ആത്മീയ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, ഉപദേശിച്ചു കൊടുക്കുക. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നല്ല കാര്യങ്ങളെ എന്ത് ചെയ്യുക, ഉപദേശിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യുക, നമുക്ക് മോചനം. എന്നാലും ഓരോ ദിവസവും കുടുംബങ്ങളെ, വ്യക്തികളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ മനുഷ്യന് എന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യും, തോന്നിപ്പോവും. കാരണം ഓരോന്ന് കാണുമ്പോഴും ഓരോരുത്തരിങ്ങനെ ഓരോ കൊലപാതകങ്ങൾ കാണുമ്പോൾ അവരെ പോലീസ് കൊണ്ടുപോകുന്നു, കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഇതിൽ നിന്നൊക്കെ മനസ്സിൽ ചിന്താഗതി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാതെ മനുഷ്യൻ എന്ത് ചെയ്യാണ്,
ഇങ്ങനെയൊക്കെ ചെയ്യാം, കുറച്ച് നാൾ എന്ത് ചെയ്യാം, പോയി ജയിലിൽ പോയി കിടക്കാം, ഈ അവരൊന്നും ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു മനോഭാവത്തിലാണ് എന്ത് ചെയ്യുന്നത്, അധികമായിട്ടും എന്ത് ചെയ്യുന്ന കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യാണ്, കേരളത്തിലെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊന്നും ഇങ്ങനെ ഓരോ വാർത്തകൾ കാണുമ്പോഴും നമ്മളുടേതായ മാനസികാവസ്ഥകൾ തന്നെ എന്ത് ചെയ്യണം, മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എന്ത് ചെയ്യുക, കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുകയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം രാവിലെ മാർച്ച് 1-ാം തീയതിയിലെ രാവിലെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരവും എന്ത് ചെയ്യാനാണ്, വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളെ നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, അതേപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ മനസ്സിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താഗതികളിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം നേടുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നെഗറ്റീവിൽ നിന്ന് എന്ത് ചെയ്യുക, പോസിറ്റീവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ലാത്ത പ്രശ്നങ്ങളുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ജീവൻ തന്നിരിക്കുന്ന ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവൻ എടുക്കാനുള്ള അധികാരവും ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവൻ ദൈവം എടുക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനവും ക്രമസമാധാനവുമായിട്ട് എന്ത് ചെയ്യുക, ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർച്ച് മാസം വളരെ നല്ല മാസമാണ്. ആത്മീയമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ വീട്ടിലൊക്കെ വിളക്കൊക്കെ തെളിയിച്ച്, വളരെ നിങ്ങൾ തനിയെ ഇരിക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ദൈവവുമായിട്ട് വളരെ ധ്യാനമായിട്ട്, നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരികയാണെങ്കിൽ നിങ്ങളതിനെ ധ്യാനം ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവിലേക്ക് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ കേരളത്തിലൊരു സമാധാനം അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി ആരും പൈശാചിക ശക്തിയെ എടുത്തുകൊണ്ട് മാടി ജയിച്ചു പൈശാചിക ശക്തിയെ എടുത്ത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലേക്കൊക്കെ ചെന്ന് എന്ത് ചെയ്യുക, കൊടും അന്ധകാരം നിറഞ്ഞൊരു ഭൂമിയായി തീരാതെ സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ഭൂമിയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം വരാൻ വേണ്ടി നമുക്കൊക്കെ എന്ത് ചെയ്യാം, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും